ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേദാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടാർഗറ്റ് CHSLൻ്റെ ഡേ 3 ആണ്. അപ്പം ഇച്ചിരി സ്വല്പം ഇമ്പ്രൂവ് ചെയ്ത് പോകണം. ഇന്ന് ഡേ 3 ആണ്. നിങ്ങൾക്ക് 30 ഞാൻ പറഞ്ഞു, ആദ്യ ദിവസം 30 സെക്കൻഡ് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ആദ്യ ഓപ്ഷൻ പിന്നെ പാതി ചെയ്ത് കാൽക്കുലേഷൻ പാതി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടുമോ, 6-ലാണോ അവസാനിക്കുന്നത്, അല്ലെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4-ലാണോ അവസാനിക്കുന്നത്, ആ രീതിയിൽ നോക്കി പോക്കണം. അപ്പോൾ അത് ശീലമാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത്യാവശ്യം ഒരു 50 to 60% സിലബസ് കവർ ആയവർക്ക് ഈ സീരീസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാനിൽ ഒരു 30 മിനിറ്റ് ഇതിനായിട്ട് മസ്റ്റായിട്ട് മാറ്റി വെക്കുക. ഇനിയും വരുന്ന എക്സാംസിന്, അതായത് CHSL ജൂലൈ വരുന്നുണ്ട്, CPO ഉടനെ ജൂണിൻ്റെ അവസാനം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് RPF, CGL പോലുള്ള പരീക്ഷകൾ വരുന്ന ടൈമിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്പീഡ് മാക്സിമം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്പീഡ് മോക്കാണ് അതിന് പറ്റിയ ബെസ്റ്റ് റിസോഴ്സ്. അപ്പോൾ മാക്സിമം റിയൽ ടൈമിൽ വേർഡ് പ്രോബ്ലംസ് കിട്ടുമ്പോൾ സ്പീഡ് കൂട്ടാനായിട്ട് നിങ്ങളെ സ്പീഡ് മോക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. 30 സെക്കൻഡാണ് സമയം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് സമയം സ്റ്റാർട്ട് ചെയ്തേ. പെട്ടെന്ന് ചെയ്തിട്ട് പറയണം. ടൈമർ ഞാൻ തന്നെ പറയാം, എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞു. അടുത്തതിനും ഒരു ടൈമർ സെറ്റാക്കാവേ. അപ്പോൾ നോക്കിയേ, 30% ആദ്യം ഞാനൊരു കാര്യം വാങ്ങിച്ചു, അതിൻ്റെ 30% ഡിസ്കൗണ്ടിൽ എനിക്ക് കിട്ടി. രണ്ടാമത് ഈ സെയിം സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് മാറി, ആദ്യം 25%, പിന്നെ 5% ഡിസ്കൗണ്ട് കിട്ടി. അതായത് സക്സസീവ് ആയിട്ടായിരിക്കും എനിക്ക് ചേഞ്ച് വന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ഡിസ്കൗണ്ട് 30%, രണ്ടാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതോ, രണ്ടാമത്തെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് സക്സസീവ് ചേഞ്ച് വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്? x + y - xy/100. ഇതായിരിക്കും നമ്മുടെ എന്ത് സക്സസീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എഫക്റ്റീവ് ഫോർ സെക്കൻഡ് കേസ്. അതായത് 25ഉം 5ഉം ഒറ്റയടിക്ക് എങ്ങനെ എത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, 25 + 5 - 25 × 5/100, അതായത് 5/4. നോക്കിക്കേ, 1.25 അല്ലേ. ഇവിടെ 30 വരും, ഇവിടെ 30ഉം ഇത് എത്ര, 30നേക്കാൾ എത്ര കുറവാ, അതായത് 5/4 കുറവാണ്. കാരണം രണ്ട് കേസിൽ 30 ഉണ്ട്. ഇവരുടെ വ്യത്യാസമല്ലേ പറഞ്ഞേക്കുന്നത്, ബോത്ത് ഗിവൺ ഓൺ ഷോപ്പിംഗ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഡിസ്കൗണ്ട്സ് എന്നാണ് പറഞ്ഞത്. ഇത് എത്ര വരും? 30% - 5/4 എന്ന് പറയുകയാണ് ഈ 1.25%. അതായത് രണ്ടിടത്തും ഇത് 30നേക്കാൾ 1.25% കുറവാണ്, ഇവിടെ 30 ഉണ്ട്. അപ്പോൾ ഇവരുടെ വ്യത്യാസം എത്ര ആയിരിക്കും? ബൈ ഡിഫോൾട്ട് 1.25% ആയിരിക്കും. അതായത് 3840ൻ്റെ 1.25% എടുക്കല് 5/4 എടുത്തോണം. അതിൻ്റെ 5/4 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 25 + 5, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഡിസ്കൗണ്ട്? അപ്പോൾ 30 - 1.25% എന്ന് പറയുകയാണെങ്കിൽ 125ഉം 100, 5/4. നോക്കി, ഇത് 24 × 16 അല്ലേ, അപ്പോൾ ഇത് 6 വരും. 30, 16 × 30, 480 റുപ്പീസ് ആയിരിക്കും രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, ആദ്യത്തെ ഡിസ്കൗണ്ട് 30%,
രണ്ടാമത്തെ ഡിസ്കൗണ്ട് 25% ആദ്യം കൊടുത്തു, പിന്നെ 5% കൊടുത്തു. അപ്പോൾ അത് 3 ഡിസ്കൗണ്ട് ആയിട്ട് കണക്കാക്കല്. 30 ആദ്യത്തേത്, 25 രണ്ടാമത്തേത്, 5% മൂന്നാമത്തെ ഡിസ്കൗണ്ട് എന്ന് കൊടുക്കല്. രണ്ടാമത്തേത് സക്സസീവ് ആയിട്ടാണ് കൊടുത്തത്. അതായത് എഫക്റ്റീവ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത് x+y - xy/100 ആയിരിക്കും. ആദ്യം 25, പിന്നെ 5. അതിൻ്റെ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണണമെങ്കിൽ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എഫക്റ്റീവ് ഡിസ്കൗണ്ട് വഴി 25 + 5 - 25 × 5/100 ചെയ്യാൻ നേരം 5/4, അതായത് 1.25% വ്യത്യാസം വരും. അത് എന്തിൻ്റെ? 1.25% വ്യത്യാസം വരും. അതായത് 5/4 വ്യത്യാസം വരും. അപ്പോൾ അതെത്ര? 5/4 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ 5/4? മാർക്ക്ഡ് പ്രൈസിൻ്റെ 5/4 വ്യത്യാസം വരും. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ടൈം സ്റ്റാർട്ട്സ് നൗ. സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണേ. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ എത്ര ആയിരിക്കും? $2500 8 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പെർ ഇയർ എമൗണ്ട് ടു ₹3725 ഓൺ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞു. വാട്ട് വാസ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് വാസ് പെയ്ഡ് പെർ ആനം? ഓക്കെ, ഇപ്പം നോക്കിക്കേ. 2500 വെൻ ഇൻവെസ്റ്റഡ് ഫോർ 8 years അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ഇയർ. അപ്പം 3725 രൂപ മെച്ചൂരിറ്റിയിൽ വാട്ട് വാസ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് വാസ് പെയ്ഡ് പെർ ആനം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 8% പെർ ഇയർ എമൗണ്ട് ടു 3725 മെച്ചൂരിറ്റി. വാട്ട് വാസ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് വാസ് പെയ്ഡ് പെർ ആനം. അപ്പം നോക്കിക്കേ, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 8 വർഷത്തേക്കാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100. അപ്പം നോക്കിക്കേ, 2500 3725 ആവാനായിട്ട് 1225 അല്ലേ? 1225 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. ഔട്ട് ഓഫ് 2500 രൂപ 8 വർഷം റേറ്റ് ബൈ 100. ഇതും പോയി. അപ്പോൾ നോക്കി, ഇത് 35 × 35 അല്ലേ? അപ്പോൾ ബൈ 25/8. 5 കൊണ്ട് വെട്ടാൻ നേരം 5 7, അതായത് 49/8 വരും. എത്ര വരും? 6 പിന്നെ 1 വരും. അപ്പോൾ 1-നകത്ത് 1, 6.125% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, സോറി അതൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇതിലെ ഇത്രയും പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത്. 1.25%. അപ്പോൾ സോറി, ആൻസർ 48 ആണ് വരുന്നത്. അതായത് 3840ൻ്റെ 1.25% ആണ് വരുന്നത്. ഇത് ചെയ്യാൻ നേരം 3840 × 5/4/100 കൂടെ വരും. അപ്പോൾ ചെയ്യാൻ നേരം എത്ര? ബൈ പെർസെൻറ്റേജ് അല്ല, അപ്പം 125/1000. അപ്പോൾ 5/40 എന്ന് വരും. ഇതും പോവും. 24 × 16, അതായത് 30ഉം 16ഉം അല്ലെ 3 × 16 48 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ചെറിയ ഡിഫോൾട്ട് വന്നതാണ്.
ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 440 480 ആയിരിക്കത്തില്ല. കാരണം എന്താ, 1.25 ഫാക്ടർ അല്ല വരുന്നത്, 1.25% വരുന്നത്. അപ്പോൾ 1.525% ഓഫ് മാർക്ക്ഡ് പ്രൈസിൻ്റെ 1.25%. അപ്പം 1.25/100 125/100 ഇതും കൂടെ വരും. അപ്പോൾ ഇത് 25 തൊട്ട് നേരം 5 4 5/40 നമ്മൾ ചെയ്യാൻ നേരം പെർസെൻറ്റേജ് കൺവേർഷൻ ചെയ്തിട്ട് മാറിപ്പോയതാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞ്. PQR എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ക്യൂവിലാണ് റൈറ്റ് ആംഗിൾ വരുന്നത്. PR 17 യൂണിറ്റ്, ലെങ്ത് ഓഫ് QR 8 യൂണിറ്റ് ആണ്. അപ്പം ഒരു പൈതഗോറൻ ട്രിപ്ലറ്റ് ഏതാ? 8-17 8 15 17 ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് 15 വരും. ആൻഡ് ലെങ്ത് ഓഫ് സൈഡ് PQ ഈസ് ഓക്കെ, അത് തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇഫ് ആംഗിൾ RPQ ഈസ് ഈക്വൽ ടു RPQ എന്ന് പറയുന്നത് A ആണെങ്കിൽ sin A പ്ലസ് cos A ആണ് ചോദിച്ചേക്കുന്നത്. sin A എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ sin A പ്ലസ് cos A എന്ന് പറയുന്നത് sin A എത്ര? 8/17 പ്ലസ് cos A. cos A എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 15/17 വരും. അതായത് 23 if RPQ is equal to A, then sin A plus cos A is sin A 8/17 15/17 23/17 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷനകത്തില്ല. 23/17 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. സമയം കഴിഞ്ഞു. ഒരു സർക്കിൾ ഉണ്ട്, O ആണ് സെൻറ്റർ. ടാൻജൻറ്റ് ഫ്രം പോയിന്റ് P എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്നൊരു ടാൻജൻറ്റ് ഡ്രോൺ ചെയ്തു. ടച്ച് ദ സർക്കിൾ അറ്റ് Q. അപ്പോൾ PQ 24 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് OQ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OP എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, ഇതിന് രണ്ടും കൂട്ടാൻ നേരം 5 12 ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നേരം. അപ്പോൾ 5 12 ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് എത്ര വരുന്നത്? 5 12 13 അല്ലേ പൈതഗോറിയൻ ട്രിപ്ലറ്റ്. ഇതിനെല്ലാം യഥാക്രമം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 24 എത്ര വരും? 26 വരും അല്ലേ. ഈ ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്നത് PQ എന്ന് പറയുന്ന ഒരു ടാൻജൻ്റ് ആണെങ്കിൽ റേഡിയസ് എപ്പോഴും ടാൻജൻറ്റുമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആവണം. അതായത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 വാല്യൂസ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആയിരിക്കും ഈ ആൻസർ വരുന്നത്. കാരണം ഓപ്ഷനകത്തെല്ലാം ഹോൾ നമ്പേഴ്സ് ആയിരിക്കും തരുന്നത്. അപ്പം QO PQ ഇത് രണ്ടും 10ഉം 24. അതിൻ്റെ റേഷ്യോ എടുക്കാൻ നേരം 5 12 എന്ന് കിട്ടി. അപ്പോൾ 5 12 പിന്നെ ഏത് നമ്പറാണ് നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലറ്റിൽ അടുത്ത സൈഡായിട്ട് വരുന്നത്? 13 ആണ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് പഠിച്ചു വെച്ചോണേ. 3 4 5 5 12 13 8 15 17 ഇങ്ങനത്തെ വാല്യൂസ് പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇത് എത്ര വരും ആൻസർ? 26 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്.
ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞു. ആൻസർ ആരൊക്കെ പറഞ്ഞു? അപ്പോൾ നോക്കി, ഒരു ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ. ആൻഡ് കാസ്റ്റിൻ്റെ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് 72 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഇതിൻ്റെ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ, അതായത് ഈ സെയിം സാധനം മോൾഡ് ചെയ്തിട്ട് ഒരു റൈറ്റ് സർക്കുലർ കോൺ ആക്കി മാറ്റി. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേരുടെയും വോളിയം സെയിം ആയിരിക്കും. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. ഹെമിസ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല എന്തോ? 2/3 പൈ ആർ ക്യൂബ്, R1 നിട്ടു, ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഫോർമുല, കോണിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല 1/3 പൈ ആർ സ്ക്വയർ, R2 സ്ക്വയർ എന്നിട്ട് 1/3 പൈ R2 സ്ക്വയർ H എന്നിട്ട്. ഇത് കോണിൻ്റെ ഹൈറ്റ്, ഇത് റേഡിയസ്. ഓക്കെ അല്ല, അപ്പോൾ ഇതിൽ നിന്ന് 3 പോയി, പൈയും പോയി. ഹൈറ്റ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? കോണിൻ്റെ ഹൈറ്റ് 72. അപ്പം 2 × R1 ക്യൂബ് ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ × 72. അപ്പോൾ ഇത് പോകുന്നേരം 36. ആൻഡ് R1 എത്ര എന്നാണ് പറഞ്ഞത്? റേഡിയസ് 4. അപ്പം R1 ക്യൂബ് ബൈ 36 ചെയ്യുമ്പോൾ എനിക്ക് എത്ര? R2 സ്ക്വയർ കിട്ടും. അതായത് R1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബ് എത്ര? 64 ബൈ 36 ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ. അതായത് R2 എന്ന് പറഞ്ഞാൽ 8/6 വരും, അല്ലെങ്കിൽ എത്ര? 4/3 വരും. അതായത് 1.33 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞു. അപ്പം നോക്കിയേ, 8127 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഏതൊരു സംഖ്യയുടെ ലാസ്റ്റ് 3 അക്കങ്ങൾ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇൻ കേസ് ഇപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ ആവണമെങ്കിൽ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് 3 നമ്പേഴ്സ് എന്തായിരിക്കണം? അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ 127നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര നോക്കിയാൽ മതി. നോക്കിയേ, 128 8ൻ്റെ മൾട്ടിപ്പിൾ 16 × 8. അപ്പം ഇതെത്ര? 127/8 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 കുറച്ചിട്ട് 7 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു, ഫ്രഷ് ആയിട്ട് കാണുന്ന ആസ്പിറൻസ് ഇത് കാണില്ല. സ്പീഡ് മോക്ക് ഈ ഒരു മാസത്തേക്കിന് പുറത്തേക്ക് നിങ്ങളുടെ ഇത് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7 ആയിട്ട് വരിക. കാരണം എന്താ? 127/8 എന്ന് പറഞ്ഞാൽ 128 ഇതിൻ്റെ ഇതാ, അതായത് റിമൈൻഡർ -1 വന്നു. അപ്പം ആക്ച്വൽ റിമൈൻഡർ കാണാൻ ഡിവൈസറിൽ നിന്ന് ഈ നെഗറ്റീവ് റിമൈൻഡർ കുറയ്ക്കുമ്പോൾ 8 - 1 7 ആയിരിക്കും വരുന്നത്. നെഗറ്റീവ് റിമൈൻഡറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പഠിച്ചവർക്ക് മനസ്സിലായി കാണും. എങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, റേഡിയസ് അല്ലെ ക്യാപിറ്റൽ ആർ, സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരും? സർക്കം റേഡിയസ് എന്ന് പറയുന്നത് a/√3 ആയിരിക്കും. എ എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്. അപ്പോൾ 12/√3 ആയിരിക്കും. അതായത് 4 ×
3/√3, അതായത് 4√3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സെക്കൻഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. സമയം കഴിഞ്ഞു. അപ്പം നോക്കിക്കേ, 25% ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 1/4. അതായത് ഈ 4 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ 4 ആണെങ്കിൽ 1 യൂണിറ്റ് എനിക്ക് 1 വർഷം പലിശയായിട്ട് കിട്ടും. അപ്പോൾ പ്രിൻസിപ്പിളും ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റും നോക്കിയാൽ 4 യൂണിറ്റ് ആണ് എൻ്റെ പ്രിൻസിപ്പിൾ എങ്കിൽ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 1 വർഷം എനിക്ക് 1 യൂണിറ്റ് കിട്ടും. അങ്ങനെ എത്ര വർഷം കിട്ടുന്നുണ്ട്? 6 വർഷം കിട്ടുന്നില്ല. അപ്പോൾ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 × 6 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം 4:6 പ്രിൻസിപ്പൽ ഈസ്റ്റ് ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 4:6 ആയിരിക്കും. അതായത് റേഷ്യോ 2:3. അഡീഷണൽ 1 യൂണിറ്റ് കിട്ടി. അതായത് നോക്കി, എത്ര രൂപയാണോ ഞാൻ ലെൻഡ് ചെയ്ത സമ്മ് അതിനേക്കാൾ 360 രൂപ കൂടുതലാണ് എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അല്ലാതെ സമ്മിനേക്കാൾ 360 കൂടുതലാണ് എനിക്ക് കിട്ടിയെന്നല്ല, എമൗണ്ടഡ് ടു. അതായത് ഇപ്പം സമ്മിൽ എൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടഡ് ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ എമൗണ്ട് സമ്മിനേക്കാൾ 360 കൂടുതലാണെന്നല്ല. എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ലെൻഡ് ചെയ്ത സമ്മിനേക്കാൾ 360 കൂടുതലാണ് ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 3 യൂണിറ്റ് ആണെങ്കിൽ സമ്മ് 2 യൂണിറ്റ് ആണ്. അപ്പം എക്സസ് വന്ന 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 360 റുപ്പീസ്. എങ്കിൽ എൻ്റെ പ്രിൻസിപ്പൽ ലെൻഡ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. അപ്പോൾ ഇൻറ്റു 360 ചെയ്യാൻ നേരം 720 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇതിൽ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിക്കേ, 15% ഫ്രാക്ഷണൽ വാല്യൂ എത്ര? 3/20. അപ്പം എസ് പി എന്ന് പറയുന്നത് സി പി പ്ലസ് പ്രോഫിറ്റ്, അതായത് 23 യൂണിറ്റ് ആയിരിക്കും എൻ്റെ സെല്ലിംഗ് പ്രൈസ്, 20 യൂണിറ്റ് എൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. നോക്കിയേ, രണ്ടിൻ്റെയും വ്യത്യാസം, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം 1200. അതായത് എന്തോ പ്രോഫിറ്റ് അല്ലേ? സെല്ലിംഗ് പ്രൈസും വിൽക്കുന്ന പ്രൈസും ഞാൻ വാങ്ങിക്കുന്ന പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റ് അല്ലേ? അപ്പം 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 1200 റുപ്പീസ്. എങ്ങനെ 3200 ഗുണം 400 ചെയ്യുമ്പോൾ എങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? 23 യൂണിറ്റ് അല്ലേ? അപ്പോൾ 23 × 400 എത്ര വരും? 23 ഗുണം 4 9200 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി വിൽ ബി യുവർ ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് മിസ്റ്റേക്ക് വന്നു എന്നറിയാം. അതായത് പറഞ്ഞ കാര്യം അത് നമുക്ക് നെക്സ്റ്റ് സെഷൻ മുതൽ നമ്മൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, കുറച്ച് ബേസിക്സ് ആയിട്ട് കാണുന്നവർക്ക് എങ്കിലും കുറച്ചുകൂടെ ഉപകാരം പറ്റുമെന്ന് വെച്ചിട്ട് ബേസിക് ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ടൈം ഒരു ലിമിറ്റ് കൂടുതൽ കൂടാൻ പറ്റില്ല. കാരണം 10 ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. ബട്ട് അഡ്വാൻസ് മാത്ത്, അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഒരാൾ സജസ്റ്റ് ചെയ്തായിരുന്നു അഡ്വാൻസ് മാത്ത് ആണ് എല്ലാവർക്കും പാട്. അപ്പോൾ അത് പഠിപ്പിക്കാൻ നേരം അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം അഡീഷണൽ ഇപ്പം ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്ര, അപ്പം അതിനെ ഇൻസ്ക്രൈബ് ചെയ്യുന്ന, അതായത് അതിൻ്റെ ഇൻ റേഡിയസിൻ്റെ ഇക്വേഷനും കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ടോപ്പിക്സ് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ് മാത്തിൻ്റെ ഓൾജിബ്ര, പിന്നെ ജോമെട്രി, ട്രിഗണോമെട്രി പോലുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം അതിനെ റിലേറ്റഡുള്ള 2 പോയിൻറ്റും കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ പറയുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് അത് റിവിഷനും കൂടെ ആവും. അഡ്വാൻസ് മാത്ത് മാത്രമേ, ബാക്കിയുള്ളത് അരിത്തമെറ്റിക് ടോപ്പിക്സ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമായിരിക്കും. അപ്പം ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആദ്യം
ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതായത് എല്ലാ ഇതിൻ്റെ ക്ലാസ്സും ഇൻ കേസ് നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും കോച്ചിങ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആദ്യം ബേസിക് ക്ലാസ്സസ്, അതിനെ ഫോളോ അപ്പ് ചെയ്ത് സർക്കിൾ സെഷൻ എന്ന് പറയും. പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സിൻ്റെയും വർക്കൗട്ട് സെഷൻ ആയിരിക്കും സർക്കിൾസിൽ പോകുന്നത്. അതായത് നിങ്ങളെ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കിയിട്ടിരുത്തും. അപ്പോൾ ആ ഗ്രൂപ്പ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റ്സിനോടൊപ്പം പെർഫോം ചെയ്യാനും പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ എന്ന് പറയുന്നത്. ടിൽ സൂപ്പർ ബാച്ച് വരെ നിങ്ങളെ ഇതുപോലെ സർക്കിൾസ് ആക്കി ഇരുത്തും. ആൻഡ് നിങ്ങളുടെ ഫർദർ ഗൈഡൻസിനായിട്ട് മെൻറ്റർ സപ്പോർട്ടും കാണും. അപ്പോൾ സൂപ്പർ ബാച്ച് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു എക്സാമിന് വേണ്ടി മാത്രമുള്ളൊരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആയിരിക്കും. ആൻഡ് അതിന് ശേഷം വരുന്ന റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അപ്പോൾ റിപ്പിൽ നിങ്ങൾ ഓൾറെഡി എത്രയൊക്കെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റൗണ്ട്. അപ്പോൾ എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ, മറിച്ച് ഇവിടെ വന്ന് ഇൻവോൾവ് ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഓഫ്ലൈൻ നമ്പറിലും കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഇതിൻ്റെ ഡേ 3 കാണാം, ഡേ 4 കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.